ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഉപവാസം എന്ന ഒരു പരമ്പരയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഉപവാസം എന്നുള്ളതിന്റെ ഒരു ആമുഖം നമ്മൾ പറഞ്ഞു. ഉപവാസം എന്നുള്ളതിന്റെ ജീവശാസ്ത്രപരമായ അടിസ്ഥാനം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അങ്ങനൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ആധുനിക ശാസ്ത്രം വളർന്ന് വന്ന് 2016 ഓട്ടോഫേഗിയെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കൂടെ വന്നതിന് ശേഷമാണ് അതിനൊരു ബയോളജിയിൽ ഒരു സ്ഥാനം കിട്ടിയത്. അതിനു മുമ്പ് ഇത് ലോകമെമ്പാടും ആളുകൾ പ്രയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. ഈ ഉപയോഗിച്ചു എന്നുള്ളതൊന്നും അല്ലല്ലോ വിഷയം. അത് അംഗീകാരം കിട്ടുക എന്നുള്ളതാണ്. ഈ അംഗീകാരം കിട്ടിയത് ഈ ഓട്ടോഫേഗിയെ കുറിച്ചുള്ള തീസിസിന് ഈ നൊബേൽ സമ്മാനം കിട്ടിയപ്പോഴാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ബയോളജിക്കൽ ബേസിസ് ഓഫ് ഫാസ്റ്റിംഗ് ആക്ടിവേറ്റ്സ് സെല്ലുലാർ റിപ്പയർ ആൻഡ് മെറ്റബോളിക് ബാലൻസ്. ഉപവാസത്തിന്റെ ജൈവിക അടിസ്ഥാനം കോശങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പുനരുപയോഗ സംവിധാനം ഉണ്ടെന്ന് ഓട്ടോഫാഗി എന്ന പ്രക്രിയയുടെ കണ്ടെത്തൽ തെളിയിക്കുന്നു. പോഷകാഹാരത്തിന് കുറവുണ്ടാകുമ്പോൾ ശരീരം കേടുവന്ന പ്രോട്ടീനുകളെ വിഘടിപ്പിക്കുകയും പ്രവർത്തനരഹിതമായ മൈറ്റോകോൺട്രിയകളെ നീക്കം ചെയ്യുകയും കോശങ്ങളിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുന്നു. കൂടാതെ അമിനോ ആസിഡുകളും ഫാറ്റി ആസിഡുകളും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് കോശങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു. ഏകദേശം 12 മുതൽ 24 മണിക്കൂർ വരെ ആഹാരമില്ലാതെ കഴിയുമ്പോൾ ഗ്ലൈക്കോജൻ ശേഖരം കുറയുകയും ശരീരം ഗ്ലൂക്കോസ് മെറ്റാബോളിസത്തിൽ നിന്നും കൊഴുപ്പ് മെറ്റാബോളിസത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. കരൾ ഊർജത്തിന് പകരമായി കീറ്റോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിൻ അളവ് കുറയുകയും ഗ്രോത്ത് ഹോർമോണുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കോശങ്ങളുടെ സംരക്ഷണത്തിനും അറ്റകുറ്റപ്പണികൾക്കും സഹായിക്കുന്നു. ഈ മാറ്റങ്ങൾ ശരീരത്തെ വളർച്ചയിൽ നിന്നും പരിപാലനത്തിൽ നിന്നും രോഗശാന്തിയിലേക്ക് നയിക്കുന്നു. ജൈവശാസ്ത്രപരമായി ഉപവാസം എന്നത് വെറും പട്ടിണിയല്ല, മറിച്ച് കാര്യക്ഷമവും പ്രതിരോധശേഷിയും മെറ്റാബോളിക് ബാലൻസും വർദ്ധിപ്പിക്കുന്നതിനുള്ള ആന്തരിക വിഭവങ്ങളുടെ തന്ത്രപരമായ വിനിയോഗമാണ്. ഒരു ഇന്റലിജന്റ് യൂസേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇതാണ് ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സത്യത്തിൽ സിമ്പിൾ ആണ്. ഒരു പ്രൈമറി ഫോം ഓഫ് ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ജീവൻ ഏറ്റവും മിനിമമായിട്ടുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ നിർമ്മിതി നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഏറ്റവും മിനിമത്തിലുള്ള എന്ന് വെച്ചാൽ ഏറ്റവും എല്ലാം ആവശ്യമാണ്. അവിടെ അവൈലബിൾ മിനിമം എന്താണോ അത് ഉപയോഗിച്ചുകൊണ്ട് റീവർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സാധാരണ ഉണ്ടാകുന്നത്. ഈ ഓട്ടോഫാഗി എന്ന് പറയുന്നത് ഈ സ്വയം തീറ്റിയാണ്, സ്വയം തിന്നുക. നമുക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ സ്വയം തിന്നുക എന്നുള്ളൊരവസ്ഥ. ഈ സ്വയം തിന്നുന്നത് എന്തിനാണ് തിന്നുക? തന്റേതല്ലാതായി തീരുന്നതോ തന്റേതായിരുന്നിട്ടും അതുകൊണ്ട് വലിയ പ്രയോജനമില്ലാത്തതിനെ തിന്നും. അങ്ങനെ സ്വയം തിന്നുന്ന ഒരു പുനരുപയോഗ സംവിധാനം എന്നാണ് ഈ ഓട്ടോഫാഗി എന്നുള്ള നിയമം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതായത് കോശങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പുനരുപയോഗ സംവിധാനം ഉണ്ടെന്ന് ഓട്ടോഫാഗി പറയുന്നു. അതെപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മൾ വെളിയിൽ നിന്ന് പോഷകങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഈ പരിപാടി നടക്കില്ല. കാരണം വെളിയിൽ നിന്ന് ഫീഡ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉള്ളിലുള്ളതിനെ കേടുപാടിനെ തീർക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വന്നു. അവരവിടെ ഇരുന്നിട്ട് പല കാര്യങ്ങളും ചെയ്ത് ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൻ അവിടെ വേസ്റ്റ് ഉണ്ടാക്കുമല്ലോ. അങ്ങനെ കുറെ വേസ്റ്റ് ഒക്കെ ഇട്ടുന്നിരിക്കട്ടെ. ഇവരെ അതിഥികൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യും. അതിഥികൾ പോയി കഴിഞ്ഞാലേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിഥി ഇരിക്കുമ്പോൾ കുറച്ചേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ അതിഥികൾ പോകുന്നുമില്ല, അവർ വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നതിൽ പുതിയ അതിഥികൾ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ ഈ വേസ്റ്റ് നീക്കം ചെയ്യൽ നടക്കില്ല എന്ന് മാത്രമല്ല, അവിടേക്ക് പുതിയ വേസ്റ്റുകൾ വന്നു ചേരുകയും ചെയ്യും. ഇതേപോലെ നമ്മുടെ അകത്തേക്ക് പോഷണങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ശരീരത്തിന് ആ പുനർനിർമ്മിതി എന്നുള്ള പ്രക്രിയ അവിടെ നടക്കില്ല. ഉള്ളത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ക്ലീനിങ് നടക്കില്ല.
അപ്പോഴാണ് പോഷകാഹാരത്തിന് കുറവുള്ളപ്പോൾ, അതായത് ഗസ്റ്റുകൾ കുറയുന്ന സമയത്ത് ശരീരം കേടുവന്ന പ്രോട്ടീനുകളെ വിഘടിപ്പിക്കും. അവിടെ കേടായി നിൽക്കുന്ന, മോശമായി നിൽക്കുന്ന സാധനങ്ങളെല്ലാം വിഘടിപ്പിച്ചിട്ട് ഈ പ്രവർത്തനരഹിതമായിട്ടുള്ള മൈറ്റോകോൺട്രിയ ഉണ്ടല്ലോ, അതായത് മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തനം മന്ദീഭവിച്ച മൈറ്റോകോൺട്രിയകളെ നീക്കം ചെയ്യുകയും അവിടുത്തെ കോശങ്ങളുടെ മാലിന്യങ്ങളെ ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ബാക്കിയാവുന്ന അമിനോ ആസിഡുകളും ഫാറ്റി ആസിഡുകളൊക്കെ ഉണ്ടല്ലോ, ഇതിനെ വീണ്ടും ഉപയോഗിക്കും. ഇത് വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ആ യൂട്ടിലിറ്റി വളരെ കുറഞ്ഞു. അനാവശ്യമായിട്ടുള്ളത് ഒഴിവാക്കി, മാലിന്യങ്ങൾ ഒഴിവാക്കി, റീയൂസബിൾ ആയിട്ടുള്ളതിനെ അതേപോലെ തന്നെ ഉപയോഗിച്ചു. അതാണെങ്കിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, അതിനെ ഉപയോഗിക്കുകയും ചെയ്തു. ഇത് കോശങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കും. ഈ കോശങ്ങളും ജൈവതയും ഈ ബാഹ്യ വസ്തുക്കളോ അല്ലെങ്കിൽ അന്യ വസ്തുക്കളോ ശരീരത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ അവയെ ഒഴിവാക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ലിംഫാറ്റിക് നെറ്റ്വർക്കിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ശരിക്കും അതായത് രോഗത്തിലേക്ക് നമ്മൾ തിരിയുന്ന ഒരവസ്ഥ, ആ തിരിയുന്ന ഒരവസ്ഥയെ ഒഴിവാക്കിയിട്ട് അതിലൂടെയുള്ള ഇംപ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻസിനെ എല്ലാം ഒഴിവാക്കിയിട്ട്, ആ ലിക്വിഡുകളെല്ലാം ഒഴിവാക്കിയിട്ട് ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും. അതായത് സാധാരണ ഇത് നടക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 12 മുതൽ 24 മണിക്കൂർ വരെ ആഹാരമില്ലാതെ കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് വേറൊരു പ്രോസസ്സ് കൂടെ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഉള്ള ഗ്ലൂക്കോസിന്റെ ഉപയോഗം ഉണ്ടല്ലോ, ആ ഗ്ലൂക്കോസിന്റെ ഉപയോഗം, ഗ്ലൈക്കോജൻ ശേഖരത്തിന്റെ ഉപയോഗം ഒക്കെ ഒരു പ്രോസസ്സ്, അത് ഗ്ലൂക്കോസ് മെറ്റാബോളിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അത് കഴിയും, അതിന്റെ സ്റ്റോറേജ് കഴിയും, ഗ്ലൈക്കോജന്റെ സ്റ്റോറേജ് കുറയും. അങ്ങനെ ഗ്ലൂക്കോസ് മെറ്റാബോളിസം അവിടെ പതുക്കെ നിൽക്കും. എന്നിട്ടോ കൊഴുപ്പിന്റെ ഫാറ്റ് മെറ്റാബോളിസത്തിലേക്ക് നമ്മൾ പതുക്കെ തിരിയും. ശരീരം പതുക്കെ ഫാറ്റിനെ യൂസ് ചെയ്തിട്ട് മെറ്റാബോളിക് ആക്ടിവിറ്റി ചെയ്യുന്ന രീതിയിലേക്ക് കുറയും, ആ രീതിയിലേക്ക് തിരിയും. ആ സമയത്ത് കരൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസിൽ നിന്നും ഊർജം ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് കീറ്റോണുകളിൽ നിന്നും ഊർജം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് കിടക്കും. ഈ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇൻസുലിന്റെ അളവ് കുറയും. ഇൻസുലിന്റെ അളവ് കുറയുന്ന സമയത്ത് ഈ വക ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അവിടെ കുറഞ്ഞിട്ട് പകരം ഇൻസുലിൻ എന്നുള്ള ഹോർമോണിന്റെ ആക്ടിവിറ്റി കുറയുന്ന സമയത്ത് ഗ്രോത്ത് ഹോർമോൺ GH എന്ന് പറയുന്ന അതിന്റെ അളവ് കൂടും. അതെന്തിനാ? ഇപ്പൊ നമ്മള് മുറ്റത്ത് നിൽക്കുന്ന മാവില് 4 വെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മരണഭയം വരുന്ന സമയത്ത് അത് അടുത്ത വർഷം നല്ലപോലെ കായ്ക്കും. അതുപോലെ ഈ ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് ശരീരത്തിന് തളർച്ച വരാതിരിക്കാനായിട്ട് ശരീരം ഉടനെ തന്നെ ഗ്രോത്ത് ഹോർമോണുകൾ വർദ്ധിപ്പിക്കും. ഈ ഗ്രോത്ത് ഹോർമോണുകൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് കോശങ്ങളെ സംരക്ഷിക്കും, കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തും. അപ്പോ ഈ ഒരു മാറ്റം, ഇത്തരത്തിലുള്ള ഒരു മാറ്റം ശരീരത്തെ വളർച്ചയിൽ നിന്നും പരിപാലനത്തിലേക്കും രോഗശാന്തിയിലേക്കും നയിക്കും. ശരീരം വെറുതെ വളരുക എന്നുള്ള ഒരവസ്ഥയാണ് ഉണ്ടല്ലോ, ഗ്രോത്ത് ഹോർമോണിന്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ശരീരത്തെ വളർത്തുക എന്നുള്ളതാണ്. അത് ശരീരത്തെ വളർച്ച എന്നുള്ളതിന് പകരം പരിപാലനം എന്നുള്ള രീതിയിൽ അതിനെ റീബിൽഡ് ചെയ്യുന്നതിലേക്കും, ഇനി എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ക്യാൻസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും അതിനെ റീബിൽഡ് ചെയ്യുന്ന രീതിക്ക് രോഗശാന്തിയിലേക്ക് നയിക്കും. അപ്പോ ഈ അക്കോർഡിംഗ് ടു ബയോളജി ഉപവാസം എന്ന് പറയുന്നത് പട്ടിണിയല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പട്ടിണിയാണ്, ഭക്ഷണം കഴിക്കാതെ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് പഴയ കാഴ്ചപ്പാടാണ്. പഴയ കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ശാസ്ത്രീയ കാഴ്ചപ്പാടാണ്. ശാസ്ത്രീയ കാഴ്ചപ്പാടിനുള്ള പ്രത്യേകത വെച്ചാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് ശാസ്ത്രം ആധുനിക കാലത്ത് കണ്ടെത്തിയിട്ടുള്ളത് ഇത് പട്ടിണിയല്ല എന്നുള്ളതാണ്. ഇത് കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ്. ഇനി നാളെ ശാസ്ത്രം ഇത് മാറ്റി പറഞ്ഞാലും നമ്മളിത് മാറ്റാൻ പോകുന്നില്ല, കാരണം നമുക്ക് അനുഭവമുള്ളതാണ്. അപ്പൊ ഇത് പട്ടിണിയല്ല എന്ന് മനസ്സിലാക്കുക. ഇത് കാര്യക്ഷമതയും പ്രതിരോധശേഷിയും മെറ്റാബോളിക് ബാലൻസും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഇന്റലിജന്റ് ആക്ടിവിറ്റിയാണ്. ആന്തരിക വിഭവങ്ങളുടെ, ഇന്റേണൽ എലമെന്റുകളുടെ തന്ത്രപരമായ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വിനിയോഗമാണ് ഉണ്ടാകുന്നത് ഈ ഉപവാസം എന്നുള്ളത്. അത് പട്ടിണിയല്ല കിടക്കുന്നത്. അത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, മെറ്റാബോളിസത്തെ
ഗ്ലൂക്കോസ് മെറ്റാബോളിസത്തിൽ നിന്നും ഫാറ്റ് മെറ്റാബോളിസത്തിലേക്ക് മാറിയിട്ട് ആ ബാലൻസ് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുവഴി ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ കൃത്യമാവും, ശരീരത്തിന്റെ പുനർനിർമ്മിതി നടത്തും, രോഗശമനം നടക്കും. അപ്പോ ബയോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ റീഫോർമേഷനാണ്, റീഫോർമേഷനുള്ള ഒരു പശ്ചാത്തലമാണ്. അപ്പോ ശരീരത്തിന്റെ അകത്ത് തന്നെ അതിന്റെ പുനരുപയോഗ സംവിധാനം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഓട്ടോഫാഗി എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആശയം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ ഉപവാസത്തിന്റെ ബയോളജിക്കൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. അതായത് മെറ്റാബോളിസത്തിൽ മാറ്റം വരുന്നു, ഡെഡ് സെൽസിനെ തന്നെ റീയൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോണുകളുടെ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഈ 3 കാര്യങ്ങൾ വഴിയാണ് ബയോളജിക്കലി ഈ ഓട്ടോഫാഗി വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഇതിനുള്ള അനുമതി, അതായത് 12-24 മണിക്കൂറിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്, ആ അനുമതി നിങ്ങൾ എത്ര കാലം കൊടുത്തിട്ടുണ്ട്, എപ്പോഴെല്ലാം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു റീഫോർമേഷനുള്ള പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കുക. ആ അറിവുമായിട്ട് നമുക്ക് നാളെ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.